Hello my dear students, welcome to Sausage Shack. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ന്യൂ ഇംപീരിയലിസം ആൻഡ് ന്യൂ എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു 4 മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി, നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ഏരിയ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് വാറുകളും അതേപോലെ ഫാസിസം നാസിസം അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കോൾഡ് വാർ, ന്യൂ നോൺ അലൈൻഡ് മൂവ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ന്യൂ ഇംപീരിയലിസം, ന്യൂ എക്കണോമിക് പോളിസീസ് ആയിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അധികം വൈകണ്ട തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ടോപ്പിക്, വാട്ട് ഈസ് ന്യൂ ഇംപീരിയലിസം? എന്താണ് ശരിക്കും ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ്, അതായത് യുദ്ധങ്ങൾക്കൊക്കെ ശേഷം ന്യൂ കൈൻഡ് ഓഫ് ഇംപീരിയലിസം എമേർജ്ഡ്, പുതിയ രീതിയിലുള്ള ഒരു ഇംപീരിയലിസം തുടക്കം കുറിച്ചു. So multinational companies are companies registered in one country and functioning in many countries. Multinational companies എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുകയും മറ്റു പല രാജ്യങ്ങളിലായിട്ട് അതിന്റെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന കമ്പനീസിനെയാണ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നിയോ ഇംപീരിയലിസം? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, intervene in their own interest. Okay, so in the economic, social and cultural sectors of developing and underdeveloped countries, അതായത് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ഇടപെടുന്നുണ്ട് അവരുടെ താല്പര്യങ്ങൾക്കായിട്ട്. സോ ഇൻ ദെയർ ഓൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സ്, ഓക്കെ, ഈ പറയുന്ന ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിന്റെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സിന്റെ പാർട്ടിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ന്യൂ ഇംപീരിയലിസം എന്നറിയപ്പെടുന്നത്. സോ ന്യൂ ഇംപീരിയലിസം is the process by which multinational companies intervene in their own interest in the economic, social and cultural sectors of developing and underdeveloped countries. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൗ ഡസ് ന്യൂ ഇംപീരിയലിസം അഫക്ട് ദി എക്കണോമി ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്? തേർഡ് വേൾഡ് കൺട്രീസിലെ എക്കണോമിയെ എങ്ങനെയാണ് ന്യൂ ഇംപീരിയലിസം അഫക്ട് ചെയ്യണമെന്ന് നോക്കാം. സോ ദ മൾട്ടിനാഷണൽ കമ്പനീസ് കോമ്പറ്റഡ് വിത്ത് വൺ അനദർ ടു കൺട്രോൾ ദി റിസോഴ്സസ് ആൻഡ് അസറ്റ്സ് ഓഫ് ദി തേർഡ് വേൾഡ് കൺട്രീസ്. തേർഡ് വേൾഡ്, മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ റിസോഴ്സസും അസറ്റ്സും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് മൾട്ടിനാഷണൽ കമ്പനീസ് പരസ്പരം മത്സരിക്കാൻ തുടങ്ങി, വൺ അനദർ കോമ്പറ്റ് ചെയ്യാൻ തുടങ്ങി. മൾട്ടിനാഷണൽ കമ്പനീസ് കോമ്പറ്റഡ് വിത്ത് വൺ അനദർ ഇൻ ഓർഡർ ടു കൺട്രോൾ ദി റിസോഴ്സസ് ആൻഡ് അസറ്റ്സ് ഓഫ് ദി തേർഡ് വേൾഡ് കൺട്രീസ്. സോ ദേ പ്രൊമോട്ടഡ് കൺസ്യൂമറിസം ഇൻ തേർഡ് വേൾഡ് കൺട്രീസ് ടു സെൽ ദെയർ പ്രൊഡക്ട്സ്. അവര് ഏത് സ്ട്രാറ്റജിയാണ് പ്രൊമോട്ട് ചെയ്തത്? കൺസ്യൂമറിസം എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് പ്രൊമോട്ട് ചെയ്തത് ഇൻ ദ തേർഡ് വേൾഡ് കൺട്രീസ് ടു സെൽ ദെയർ പ്രൊഡക്റ്റ്. അവരുടെ പ്രൊഡക്റ്റ് വിൽക്കപ്പെടണം, അതിന് ഫോളോ ചെയ്തിരുന്ന സ്ട്രാറ്റജിയാണ് കൺസ്യൂമറിസം എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് നേഷൻസ് വർ കൺസിഡർഡ് ആസ് ദ മാർക്കറ്റ് ഫോർ മൾട്ടിനാഷണൽ കമ്പനീസ്. ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ്, അതായത് MNCയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരവരുടെ പ്രൊഡക്റ്റുകളെല്ലാം വിൽക്കാനുള്ള മാർക്കറ്റായിട്ട് കണ്ടത് ഡെവലപ്പിംഗ് നേഷൻസിനെയാണ്. സോ നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് നേഷനാണ് അല്ലേ. സോ ദ പ്രൊഡക്ട്സ് ഓഫ് ദി ഡെവലപ്ഡ് കൺട്രീസ് റീച്ച്ഡ് ടു ദ വില്ലേജസ് ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസ്. അങ്ങനെ ഡെവലപ്ഡ് കൺട്രീസിന്റെ പ്രൊഡക്ട്സ് എല്ലാം എവിടെ എത്തിച്ചേർന്നു? ഡെവലപ്പിംഗ് കൺട്രീസിന്റെ വില്ലേജുകളിൽ എത്തിച്ചേർന്നു. സോ ഡ്യൂ ടു ദ pressure from multinational products and marketing strategies, the economy of many countries started to collapse. അപ്പോൾ ഈ പറയുന്ന പ്രഷർ കാരണം, മൾട്ടിനാഷണൽ പ്രൊഡക്ട്സിന്റെ പ്രഷർ കാരണം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും എല്ലാം കാരണം ദി എക്കണോമി ഓഫ് മെനി കൺട്രീസ് സ്റ്റാർട്ടഡ് ടു കൊളാപ്സ്. ഒരുപാട് രാജ്യങ്ങളുടെ എക്കണോമീസ് തകരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ന്യൂ ഇംപീരിയലിസം ഈ പറയുന്ന തേർഡ് വേൾഡ് കൺട്രീസിന്റെ എക്കണോമിയെ അഫക്ട് ചെയ്തത്. ഓക്കെ, ഇനി പുതിയൊരു എക്കണോമിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്തു. സോ ദ ന്യൂ എക്കണോമിക് പോളിസീസ് ആർ ദി ഐഡിയ ഓഫ് എ ന്യൂ ഇംപീരിയലിസം. ന്യൂ ഇംപീരിയലിസത്തിന്റെ ഐഡിയാസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസീസ്. അത് ഏതൊക്കെയാണ്? ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ. ഇത് മൂന്നെണ്ണമാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലിബറലൈസേഷൻ, ലിബറൽ ആക്കുക.
നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ, ഉദാരവൽക്കരണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇപ്പോൾ എന്തിനെങ്കിലും പിരിവിന് വന്നു വിചാരിക്കാം, അവർ പറയൂ ഇത്ര എമൗണ്ട് നിങ്ങൾ തന്നാൽ മതി എന്ന് കറക്റ്റ് ആയിട്ട് പറയോ? ഇല്ല. അവരെങ്ങനെയാ പറയാ? ഉദാരമായി സംഭാവന ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയാ. സോ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ സിസ്റ്റംസ് ടു ഫെസിലിറ്റേറ്റ് ദി ഇമ്പോർട്ട് ഓഫ് എ മൾട്ടിനാഷണൽ പ്രൊഡക്ട്സ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പൊ മൾട്ടിനാഷണൽ പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പല റെഗുലേഷൻസിലും ടാക്സേഷൻ സിസ്റ്റത്തിലും ഒക്കെ എന്താക്കി മാറ്റുക? ഉദാരമാക്കി മാറ്റുക, ലിബറൽ ആക്കി മാറ്റുക. അപ്പൊ ലിബറൽ ആയിട്ടുള്ള റെഗുലേഷൻസും ടാക്സേഷൻ സിസ്റ്റംസും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? മൾട്ടിനാഷണൽ പ്രൊഡക്ട്സ് എല്ലാം ഡൊമസ്റ്റിക് മാർക്കറ്റുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ രണ്ടാമത്തത് പ്രൈവറ്റൈസേഷൻ. Privatization of a public sector undertaking is an attempt to promote private sector. അപ്പൊ പബ്ലിക് സെക്ടറിലുള്ള കാര്യങ്ങളെല്ലാം പ്രൈവറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഫൈനലി ഗ്ലോബലൈസേഷൻ. എന്താണത്? ആഗോളവൽക്കരണം. ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി ലിങ്ക്ഡ് ടു ദി ഗ്ലോബൽ എക്കണോമി. അതായത് നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് സിസ്റ്റം ഗ്ലോബൽ എക്കണോമി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിയോ ഇമ്പീരിയലിസത്തിന്റെ പോളിസീസ് ആണ് ഇതെല്ലാം. ഓക്കെ. ഇനി നമുക്ക് നോക്കാം ഈ ഗ്ലോബലൈസേഷന് കുറച്ച് എഫക്ട്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. എന്താണ്? മൾട്ടിനാഷണൽ കമ്പനീസിന്റെ താല്പര്യങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. Then competition driven market came into existence. അതായത് മത്സരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മാർക്കറ്റ് നിലവിൽ വരുത്തുക. Trans border flow of products, services, raw materials, capital, latest technology and human resources facilitated. അപ്പൊ എന്താണ്? അതിര് കടന്ന് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ ആയിക്കോട്ടെ, ലേറ്റസ്റ്റ് ടെക്നോളജി ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, ഇതെല്ലാം ബോർഡറിന് അപ്പുറത്തേക്ക് ഉള്ള ഒരു മൂവ്മെന്റ്. അതിര് കടന്ന് ഇതിന്റെയൊക്കെ ട്രാൻസാക്ഷൻ നടക്കണം. ഇതെല്ലാമാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷന്റെ എഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിനായിട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡിവൈസിംഗ് ഓർ ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് വേരിയസ് പോളിസീസ് ഇൻ ഫേവർ ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷനെ ഫേവർ ചെയ്തുകൊണ്ട് കുറച്ച് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? വേൾഡ് ബാങ്ക് ഉണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇത് മൂന്നുമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് വേരിയസ് പോളിസീസ് ഇൻ ഫേവർ ഓഫ് ഗ്ലോബലൈസേഷൻ. ഓക്കെ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ. അപ്പൊ ഇനി അടുത്ത പാർട്ട് നോക്കാം, ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ. പക്ഷെ ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഗ്ലോബലൈസേഷൻ ഓപ്പൺഡ് അപ്പ് മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് അറൗണ്ട് ദ വേൾഡ്. ഒരുപാട് അവസരങ്ങളും ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും ലോകത്തുടനീളം ഉണ്ടാക്കിയെടുത്തു. ദ ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വ്യാപനം ഇതിലൂടെയാണ് ഉണ്ടായത്. ദ ക്രോസ് ബോർഡർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗേവ് റൈസ് ടു ദി ഐഡിയ ഓഫ് എ ഗ്ലോബൽ വില്ലേജ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിര് കടന്നുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മൂവ്മെന്റ് എന്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു? ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ഇതൊക്കെയാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷന്റെ അഡ്വാൻറ്റേജസ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ചാലഞ്ചസ് പോസ് ചെയ്യുന്നുണ്ട് ഗ്ലോബലൈസേഷൻ ടു ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ ചില ചാലഞ്ചുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ്? ദ intervention of multinational companies challenged the concept of a nation state. Nation state എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ചാലഞ്ച് ചെയ്യാൻ തരത്തിലുള്ളതാക്കി മാറ്റി MNC-കളുടെ ഇടപെടലുകൾ. ഓക്കെ. MNC-കളുടെ ഇടപെടലുകൾ എന്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു? ഈ പറയുന്ന നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചു. led to the destruction of indigenous ആയിട്ടുള്ള കൾച്ചർ. അപ്പൊ നമുക്ക് നമ്മുടെ തനതായിട്ടുള്ള സംസ്കാരമുണ്ട്, അതിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് പ്ലാന്റ്. ഓക്കെ. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ പ്ലാന്റ്സ് അതിന്റെ വിലയെല്ലാം കൂടാൻ തുടങ്ങി. സോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് വർ ഡിസ്ട്രോയിഡ്. ഓക്കെ. പബ്ലിക് സെക്ടർ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ സംരംഭങ്ങളും തകരാൻ തുടങ്ങി. ഗവൺമെന്റ് വിഡ്രോ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടർ. അപ്പൊ അങ്ങനെ ആയപ്പോ എന്തായി? ഗവൺമെന്റ് സോഷ്യൽ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നെല്ലാം പുറകോട്ടാവാൻ തുടങ്ങി. നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ലൂട്ട് ചെയ്യപ്പെട്ടു, കവർച്ച ചെയ്യപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ ഉണ്ടാകുന്നതിലൂടെ ഡെവലപ്പിംഗ് കൺട്രീസ് ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ്. ഓക്കെ. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഷുവർ ആയിട്ടും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ആരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും വളരെ കുറച്ച് ഏരിയാസ് ആയിട്ടാണ് നമ്മളൊരു 6 പാർട്ടായിട്ടാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 6 പാർട്ടായിട്ട് നിങ്ങൾ പഠിച്ചാലും മതി. ഓക്കെ. അപ്പൊ ഒരു മാക്സിമം പോയ ഒരു 2-2.5 മണിക്കൂർ
കൊണ്ട് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ മൊത്തം വീഡിയോസ് എടുക്കാതെ ആണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം വരികയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ തന്നെ വരുള്ളൂ. അതൊന്ന് പഠിച്ചും കൂടെ തീർക്കാനുള്ള ടൈമും കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും പഠിക്കുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേ സെഷൻ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.